ഹലോ, ഞാൻ മാളൂട്ടിയല്ല കേട്ടോ. മാളൂട്ടിയുടെ അമ്മയാണ്. ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വോയിസ്. ക്രിസ്മസിൻ്റെ തലേന്ന് 23-ാം തീയതി തലേന്ന് 23-ാം തീയതി നമ്മുടെ മാളൂട്ടി ഇത് ഈ ക്രിസ്മസ് കരോളൊക്കെ കഴിഞ്ഞ് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലേ, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം അവൾ വലിയ കുട്ടിയായെന്ന് അറിഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇവൾ ഈ കുഞ്ഞു പിള്ളേരുടെ കൂടെ ക്രിസ്മസ് കരോളിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ വലിയ കുട്ടിയായിട്ട് അറിയുന്നത്. ഒരു 10-11:30 രാത്രി 11 ടൈം ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പായസമൊക്കെ വെച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മളിങ്ങനെ നാടൻ മുട്ട ഒരെണ്ണം കുട്ടിയുടെ വയറിലേക്ക് വെറും വയറിൽ കൊടുക്കുക, അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ചടങ്ങല്ല, അത് നല്ലതാണ്, പിന്നീട് വയറുവേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അവൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. അതിനുശേഷം നല്ലെണ്ണ കൊടുക്കുക, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇങ്ങനെ വേദന ഉണ്ടാവില്ല, വയറുവേദനകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഇതറിഞ്ഞ സന്തോഷത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചേച്ചി ബീനേച്ചി അപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നു കേട്ടോ. മലര് ചേറിയെടുത്ത് ഉമിയൊക്കെ കളഞ്ഞ് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക. മഞ്ഞളും പഞ്ചസാരയും മലരും കൂടി പൊടിച്ചിട്ട്. മഞ്ഞളും പഞ്ചസാരയും മലരല്ലേ. അപ്പോൾ അടുത്ത പൊടിക്കൈ ഇതാണ് കേട്ടോ. മേമ പറഞ്ഞത് കേട്ടില്ലേ, അതൊക്കെ കൂടി പൊടിച്ച് ഇങ്ങനെ പീരിയഡ്സ് ആയിരിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭംഗി വെക്കുന്നതാണ് പറയണത്. മഞ്ഞപ്പൊടി മലരും പഞ്ചസാരയും. മുട്ട പിന്നെ കഴിച്ചൊന്നുമില്ല, പക്ഷേ ഈ മലരും മഞ്ഞപ്പൊടിയും അവൾ ഭംഗി വെക്കുന്ന കേട്ടപ്പോൾ പിന്നെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുട്ട ഭയങ്കര പാടായിരുന്നു കഴിക്കാൻ. അപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ച് ഇളക്കിയിട്ട് 1 ടീസ്പൂണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും 2 ദിവസമേ കൊടുത്തുള്ളൂ. പിന്നെ അവൾ കഴിക്കാനായിട്ട് കൂട്ടായി. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് അവളെ ചേട്ടൻ വന്നു. ആക്ച്വലി സത്യത്തിൽ ഞങ്ങൾ ഇതൊന്നും വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അതൊന്നും അത്ര ബോധേഡായിരുന്നില്ല. അതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ അതൊന്നും അവൾ കഴിച്ചില്ല എന്നുള്ളതൊരു സത്യമാണ് കേട്ടോ. പക്ഷേ പിസ്ത മാത്രമേ കഴിക്കേണ്ടായിരുന്നുള്ളൂ. ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. വേണ്ട എന്നുള്ള വാശിയായിരുന്നു. ആദ്യം ഇത് ഇങ്ങനെ നമ്മൾ വിളിച്ച സന്തോഷത്തിന് എല്ലാവരോടും പറയുമ്പോൾ അവരിങ്ങനെ അവൾക്ക് ബേക്കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ എല്ലാം ഭംഗിയിൽ ഡൈനിങ് ടേബിളിൽ ചിപ്പിലൊക്കെ ആക്കി വെക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവസാനം സാധനങ്ങൾ അധികം ആയപ്പോൾ അതില്ലാതെയായി. മേമ ഇത് കണ്ടിട്ട് ഓരോ കോമഡി പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്ന് എല്ലാവരും വരുന്നവരൊക്കെ അറിയാൻ വേണ്ടി വെച്ചേക്കാണെന്ന്. അപ്പോൾ പറഞ്ഞു ഇതിൽ എഴുതി ഒട്ടിച്ച് വെക്കുക, എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കണതാണെന്ന്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, എല്ലാത്തിലും എഴുതി വെക്കുകയെന്നൊക്കെയാണ് എന്നോട് പറയണത്. അങ്ങനെ ഭയങ്കര ചെറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫസ്റ്റ് ഡേ പോയി. ഇത് കഴിഞ്ഞ് അറിഞ്ഞ സന്തോഷത്തിൽ അവളുടെ അമ്മമ്മയും ആൻറ്റിയൊക്കെ എത്തി. അവർ വരുമ്പോൾ നാളികേരും പിന്നെ നാടൻ മുട്ടയും, അവർ തുണിയിലൊക്കെ കുറച്ച് ലോങ്ങാണ് വീട്, അപ്പോൾ നാടൻ മുട്ടയൊക്കെ ഇങ്ങനെ തുണിയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ കുളി കഴിഞ്ഞിട്ട് അവൾക്ക് 4ാമത്തെ ദിവസം കുളി കഴിഞ്ഞിടാനുള്ള ഡ്രസ്സ് ഇവിടുത്തെ ചടങ്ങിന് മാമന്മാരുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക. അപ്പോൾ മാമ അതൊക്കെ കൊണ്ടുവന്നു, വളമാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങൾ അന്നത്തെ ദിവസം 24-ാം തീയതി അവർ കരോളിന് പോകാനുള്ള ട്രെയിനിങ് ആണ് കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ മാളൂട്ടി വീണ്ടും കരച്ചിലായി. അവൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവൾ ഗംഭീര കരച്ചിലായി. പിന്നെ ഇവർക്ക് കിട്ടണ ആ കുഞ്ഞു പൈസ ഇവർ പങ്കിട്ടെടുക്കുമല്ലോ, അപ്പോൾ അത് കിട്ടില്ല എന്നുള്ള വാശി, സങ്കടം, നല്ല കരച്ചിലൊക്കെ തുടങ്ങി. അവരെനിക്ക് തരില്ലമ്മേ ഞാൻ പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു. പക്ഷെ അവർക്ക് സ്നേഹമുണ്ട് കേട്ടോ. പങ്കിട്ടപ്പോൾ മാളൂട്ടിക്കും കൊടുത്തു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളസിൻ്റെ അമ്മായി ഇതേ കമ്മലൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അത് കണ്ട് സന്തോഷത്തിലാണ് അവൾക്ക് സ്വർണ്ണം എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ് കേട്ടോ. സാധാരണ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ സ്വർണ്ണത്തിനോട് ആഗ്രഹം ഇല്ലാത്ത കുട്ടികളാണ്. പക്ഷേ ഇവള് ഭയങ്കര ഹാപ്പിയാണ്. ഈ സ്വർണ്ണം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവൾക്ക്. മാളൂൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ പെങ്ങൾ വന്നില്ല എന്നുള്ള വേറെ വിഷമത്തിലായിരുന്നു. വന്ന പിന്നെ കുത്തിപ്പിടിച്ച് അമ്മായിയും ആരതിയും ഒക്കെ കൂടെ മോളുടെ കമ്മലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ കൂടെ അവളുടെ മാമി വന്നിട്ടുണ്ടായിരുന്നു. സന്ധ്യമായി വരുമ്പോൾ ആവശ്യമുള്ള മഞ്ഞൾ മുട്ടയൊക്കെ കൊണ്ടായിട്ടാണ് വന്നിരിക്കണം. അതുകൊണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മുടെ റീനാൻ്റെ അപ്പവും കേക്കൊക്കെ കൊണ്ട് തന്നു. അപ്പോഴും ഒരുപാട് സന്തോഷമായി. സ്ഥിരം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. കഴിയുമ്പോൾ ചിഞ്ചേച്ചോട് പോയി പറയാം. പിന്നെ ഉള്ള ചിഞ്ചുച്ചി, ചിത്രേച്ചി, ചന്ദ്രികേച്ചി, അജയൻ്റെ കൂടെ കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങൾ എന്ന് വെച്ചാൽ ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ ബ്രാൻഡഡൊന്നും നമുക്ക് വാങ്ങിക്കാറില്ല. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഉണ്ണി. ഈ ടൈമിലൊന്നും നമ്മൾ ഫംഗ്ഷൻ നടത്തണ്ടേ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരൊക്കെ അവരുടെ സന്തോഷം കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തന്നതാണ് കേട്ടോ. ഇത് 3-ാമത്തെ ഡേ ആണ് കേട്ടോ. 3-ാമത്തെ അല്ല 2-ാമത്തെ തന്നെ. അപ്പോൾ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛമ്മയും അച്ഛനാണ്. അച്ഛമ്മ ഈ പറഞ്ഞ പോലെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞ പോലെ ഈന്തപ്പഴം, പിസ്ത അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടാണ് വന്നത്. അവൾ ഒരുപാട് ഹാപ്പിയായി. അച്ഛനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മാമൻ കൊണ്ടുവന്ന ഡ്രസ്സ് നമ്മൾ 3-ാമത്തെ ദിവസം രാത്രി വൈകുന്നേരം ഇരുന്നിട്ട് അമ്മേനെ കൊണ്ട് തയ്പ്പിച്ചു കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാവരും കൂടെ തയ്ച്ചു.
4ാമത്തെ ദിവസം കുളിപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതും അമ്മായി കുളിപ്പിക്കുക, അച്ഛൻ്റെ പെങ്ങൾമാരാണ് കുളിപ്പിക്കേണ്ടത്. അപ്പോൾ സന്ധ്യമായി കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പുലർച്ചെ തന്നെ ആൾ വന്നു കേട്ടോ. ഒരു 5-5:30 ആകുമ്പോഴേക്കും ആൾ എത്തി. അവളുടെ അമ്മായിയുടെ കുളിപ്പിക്കുക എന്നുള്ള രസമായിരുന്നു കേട്ടോ കാണാൻ. കുട്ടീനെ നല്ല കുടിഞ്ഞൊന്ന് കുളിപ്പിക്കും. പെൺമക്കൾ വലിയ കുട്ടികളായാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടോ ഇതൊക്കെ പറയണേ. ആദ്യം എണ്ണ തേച്ചു, പിന്നെ മഞ്ഞൾ തേച്ചു, പിന്നെ താളി തേപ്പിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു താളി തലയിൽ തേച്ച് കുളിക്കുക എന്നുള്ളൊരു ചടങ്ങ് എല്ലാവർക്കും കുറച്ച് ബുദ്ധി അധികം. ആ കൂടിയതാ 14 വയസ്സായെങ്കിലും മാളൂട്ടി ഇപ്പോഴും LKG പിള്ളേരെ പോലെ കേട്ടോ കണ്ട വെള്ളത്തിൽ കളിക്കണേ. അവളുടെ അമ്മായി പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നിമിഷമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ 14 വയസ്സായി, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എല്ലാവരും. അപ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് പ്രോഗ്രാം നടത്താമെന്നുള്ള തീരുമാനമായി. ഇത് ഹരി മോൾക്ക് വേണ്ടി മേടിച്ചത് ഗിഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പരിപാടി നടത്താമെന്ന് തീരുമാനമായപ്പോൾ നമുക്കത് ചടങ്ങ് പോലെ നടത്താം, വെറുതെ കുട്ടീനെ ഡ്രസ്സ് ഇട്ട് ഇരുത്താണ്ട് ചടങ്ങ് പോലെ നടത്താമെന്നുള്ളൊരു തീരുമാനമായി. പിന്നെ നമ്മളതൊരു ഭംഗി പോലെ ആയിക്കോട്ടെ, സന്തോഷമാവാൻ വേണ്ടി കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ മാമൻ കുറേ കുഴി കുത്തിയെങ്കിലും ആ കുഴികളൊന്നും യൂസ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ബാക്കിൽ സെറ്റ് മുണ്ടൊക്കെ ഇട്ട് മറയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മെയിൻ നേതാവ് ആൻറ്റിയുടെ അച്ഛനായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ കയറൊക്കെ കെട്ടി തന്നു. അച്ഛനും മാമിയും കൂടെ നമ്മൾ അതിൽ എൻ്റെ സെറ്റ് മുണ്ടുകൾ ഒക്കെ എടുത്ത് ഇട്ടു. കയറുമൊക്കെ അയപ്പിന്നൊക്കെ കുത്തി ഒരു സ്ക്വയർ പോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നേരത്തെ നമ്മളെല്ലാവരും ഭയങ്കര ചിരികളി തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. പരിപാടി നടത്താനായപ്പോൾ നമ്മൾ ഭയങ്കര ബിസിയായി. മേമയൊക്കെ ഇവിടെ ഭയങ്കര 4 വശം അടിക്കലും വാരലും അങ്ങനത്തെ പണികളായിരുന്നു. പിന്നെ 4ാമത്തെ ദിവസം നൈറ്റ് വിനിതവല്യമ്മയും അമ്പാടിയും കിങ്ങിണിയൊക്കെ വന്നു. പിന്നെ ആകെ ഒരു ബഹളമയമായിരുന്നു, അടിപൊളിയായിരുന്നു ആ നേരത്ത്. അപ്പോഴേക്കും അച്ചച്ചേട്ടനും ജിത്തുച്ചേട്ടനും എല്ലാവരും എത്തി. പിന്നെ പെയിൻറ്റ് വെച്ചിട്ട് ഈ എഴുത്തും കുറിക്കലൊക്കെ ആയിരുന്നു എല്ലാവരും. മാമയുടെ വക മൈലാഞ്ചി ഇടൽ, ഇത് കിച്ചും ശ്രീക്കുട്ടനും ബലൂണ് കെട്ടൽ, വാഴയിലേക്ക് മുറിച്ച് ഡബിൾ സൈഡ് സ്റ്റിക്കറും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇത് ഇങ്ങനെ സെറ്റാക്കി കേട്ടോ. അപ്പുച്ചേട്ടനും ചിത്തുച്ചേട്ടനും അച്ചുച്ചേട്ടനും കൂടെയായിട്ട് ഇങ്ങനെ സെറ്റാക്കി. നമ്മളൊരു കർട്ടൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. കിട്ടുന്നതിന് ഓൺലൈനിൽ ഓർഡർ ചെയ്തു, പക്ഷെ അത് വന്നില്ല. അപ്പോൾ പിന്നെ അവർ വാഴയിലൊക്കെ വെട്ടി, പിള്ളേരും മൾട്ടിയുടെ അച്ഛനും എല്ലാവരും കൂടെയൊക്കെ വാഴയില വെട്ടി. നമ്മൾ പിന്നെ ചെണ്ടുമല്ലി പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെണ്ടുമല്ലി പൂവും ഒരു കുടയും നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് നമ്മളൊന്നും ഈ പരിപാടിക്കായിട്ട് വാങ്ങിച്ചിട്ടില്ല. അത് മാത്രമാണ് വാങ്ങിച്ചത്. ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ, നൂല് അങ്ങനെ ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം ഒരുങ്ങിയിരുന്ന് നല്ലൊരു ഹാപ്പി ടൈമിലാണ് മാളൂട്ടി വലിയ കുട്ടിയായിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. മാളൂട്ടിയുടെ ഋതുമതി ചടങ്ങ് എന്ന് എഴുതേണ്ടതായിരുന്നു. അത് നമ്മൾ അപ്പോഴത്തെ ബോധമില്ലായ്മ കൊണ്ട് അതങ്ങനെ വിട്ടുപോയി. അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കുറേ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് ഇവർ 3 പേരും കൂടിയിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അകത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുറ്റത്തേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഇതിലിങ്ങനെ ചെണ്ടുമല്ലി ഞാത്തിയിടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ റീലിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ ചെണ്ടുമല്ലി കുളിക്കാനടുത്ത് ഞാത്തിട അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ മാൾട്ടീനെ പ്രസവിച്ച് വരുമ്പോൾ തന്നെ ചെമ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ചെണ്ടുമല്ലിയൊക്കെ ചുറ്റികൾക്ക് നാളെ കുളിക്കാൻ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ട്. തൃശ്ശൂർ സൈഡിൽ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ പഴയനൂർ ഭാഗത്ത് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെമ്പ് കൊടുക്കുക, പാത്രം കൊടുക്കുക, അങ്ങനത്തെ ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ഛൻ തന്നുവിട്ടിട്ടുള്ളതാണ് മോൾക്കും മോനും തന്നുവിട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് മക്കളെ പോലെയുള്ളവരാണ് കേട്ടോ അച്ചുവും ജിത്തും അപ്പും 3 പേരും. അവർ 3 പേരും കൂടെയാണ് എല്ലാം രാത്രി എല്ലയുടെ കാര്യങ്ങളൊക്കെ ചെയ്തതും എല്ലാം. എൻ്റെ ആഗ്രഹം എന്താണോ അതിനുവേണ്ടി 3 പേരും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി ഒരു വൈബാണ്. ഒരു 3 പേരും ഒരു കോംബോ പോലെയാണ്. അത് കഴിഞ്ഞ് ബലൂണൊക്കെ അച്ചുവും കൂടെ വീർപ്പിച്ചതൊക്കെ ജിത്തുട്ടനാണ് അറേഞ്ച് ചെയ്തത്. അതെ, അച്ചു കലത്തിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആ കലം നാളെ കാർന്നവന്മാർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണത്. ഋതുമതി എന്ന് എഴുതിയ പെയിൻറ്റ് വരെ ആക്ച്വലി വിദ്യ ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അവളുടെ ഫ്രണ്ടാണ് തനുഷ്ക, ഡാൻസ് ക്ലാസ്സിൽ. കുട നമ്മൾ റെൻ്റലെടുത്തതാണ് കേട്ടോ. ഈ കുടയിൽ നമ്മൾ ചെണ്ടുമല്ലിയൊക്കെ സെറ്റാക്കിയത് ഞാനും അവളുടെ ആൻറ്റിയും കൂടിയിട്ടാണ്. ഇതാ സെറ്റാക്കലിൻ്റെ ഒരു വലിച്ചു വാരിയിടൽ ആണ് കാണുന്നത് കേട്ടോ. ആളുട്ടിക്ക് ഇത് വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല കേട്ടോ. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹത്തിന് അവൾ നിന്ന് തന്നു. ഫാമിലി മൊത്തം എല്ലാവരും കൂടെ നിന്നു എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഓരോ സെക്കൻഡ്സും ഒരു ഫോട്ടോ ആക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്യാമറാമാൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മളതിന് വേണ്ടപ്പെട്ടൊരു ചേട്ടനാണ്. ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ചോറൂണും ഞങ്ങളുടെ കല്യാണവും മോൻ്റെ ചോറൂണും എല്ലാ ഫോട്ടോ എടുത്തത് ചേട്ടനാണ് കേട്ടോ. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു, വേറൊരു പാത്രത്തിൽ ഈ പറഞ്ഞ പോലെ പാലൊഴിച്ച് ഇങ്ങനെ റോസ് പെറ്റൽസ് ഒക്കെ ഇട്ടു. റോസ് പെറ്റൽസ് നമ്മൾ ചെണ്ടുമല്ലി വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വെറുതെ തന്നതാണ് കേട്ടോ ചേട്ടന്മാർ.
4-ാം ദിവസം കുളിപ്പിച്ചെങ്കിലും ഇതെല്ലാം നമ്മളൊരു ചടങ്ങിനും സന്തോഷത്തിനും വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തലയിൽ അധികം ഇനി എണ്ണയാവേണ്ട, തലേദിവസം നന്നായി എണ്ണ തേച്ച് കുളിപ്പിച്ചതാണ്, നല്ലെണ്ണയാണ്. ഇതൊരു ചടങ്ങ് പോലെ വെച്ചിട്ട് ചെയ്യാണ്. ശ്രീകുട്ടൻ, ചിത്രേച്ചി, ചിത്തു, ചേച്ചിയുടെ മോനാണ് ചിത്തു, പിന്നെ അച്ചുട്ടനും ചേച്ചിയുടെ മോനാണ്. ഇത് മാളൂട്ടിയുടെ അമ്മമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മ. ഇത് മാളൂട്ടിയുടെ ഷീപ്പമ്മ. ഡീപ്പോസൈഡ് എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് ഞങ്ങളുടെ സ്വന്തം മേമയുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ എനിക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. ഇത് എൻ്റെ ചേട്ടൻ്റെ മോൻ മാൾട്ടിയുടെ അതുട്ടൻ, ഞങ്ങളുടെ കിച്ചാമ്പിളി, ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങിൻ്റെ കോർഡിനേറ്റർ നമ്മുടെ ആൻറ്റിയുടെ അച്ഛൻ, പിന്നെ ഞങ്ങളുടെ സ്വന്തം വത്സപ്പായി, മാളൂട്ടിയുടെ ശത്രു. അവർ രണ്ടുപേരും എപ്പോഴും അടിയായിരിക്കും കേട്ടോ. ഭയങ്കര സ്നേഹമാണെന്ന് അടിയാണ്. മാമൻ, മാൾട്ടിയുടെ സ്വന്തം സുമാൻറ്റി. അവളുടെ ആൻറ്റി കേട്ടത് വന്നപ്പോൾ തൊട്ട് ആൻറ്റിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. എല്ലാ പണികൾക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളുള്ള അമ്മമാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ. പിന്നെ ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോ കാണണമെങ്കിൽ പ്രസീത സന്ദീപ്, മാളവിക സന്ദീപ്, ദ ഹിമാലയൻ ഹോളിക്ക്, അങ്ങനെ എല്ലാ വീഡിയോയിലും കൂടെ നമ്മൾ കൊളാബ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും അവിടെ വന്നിട്ടുള്ള എല്ലാവരും മഞ്ഞൾ തേച്ച് കൊടുത്തു കേട്ടോ. നമ്മളങ്ങനെ ആരെയും സെപ്പറേറ്റ് വിളിക്കേണ്ടൊന്നും വന്നില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വന്ന് തേച്ചു. അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള മഞ്ഞൾ തേപ്പും എണ്ണ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാത്രത്തിൽ ഇങ്ങനെ ചെണ്ടുമല്ലി ചുറ്റി, എന്നിട്ട് ഇതേ മഞ്ഞൾ വെള്ളം ആദ്യം തലയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, ചെറിയ തോതിലെ മഞ്ഞൾ ഇട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ഞൾ തലയിൽ ഒഴിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ചെറിയൊരു രീതിയിൽ മഞ്ഞൾ വെള്ളം ഒഴിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ ഈ പാല് റോസ് പെറ്റൽസ് ഇട്ട് വെച്ചുല്ലോ, അതൊഴിച്ചു. അതിന് പാല് കട്ട പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മേമ കൂടെ നിന്നിട്ട് പാലൊഴിച്ചതിൻ്റെ പുറകെ കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഈ ടൈമിൽ നമ്മൾ ഈ ദേവിമാരി കൊടിയേറി ഇരിക്കണ പോലെ അത്രയും പവിത്രമായിട്ട് കാണുന്ന ഒരു നിമിഷമാണ്. എല്ലാ കുട്ടികളും, എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ആകുമ്പോൾ അവർ എന്താ പറയുക, അമ്മയാവാൻ തയ്യാറായി എന്നുള്ളത് ലോകത്തെ അറിയിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം നമ്മളവരെ ദേവിയെപ്പോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആദ്യം നമ്മൾ മഞ്ഞൾ കൊണ്ടും പിന്നെ പാല് കൊണ്ടും അത് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടൊക്കെ കുളിപ്പിച്ചു. മോള് 4 days കയ്യിൽ വാൽക്കണ്ണാടി പിടിച്ചിട്ടാണ് ഇട്ടിരുന്നത്. ഈ കുളിക്കാൻ വരുമ്പോൾ ഇത് കൊണ്ടുവരണം എന്നുള്ള ചടങ്ങുണ്ട്. 4-ാം ദിവസം ചെയ്തെങ്കിലും ഈ ചടങ്ങ് ദിവസം നമ്മൾ മറന്നുപോയതാണ് കയ്യിൽ പിടിക്കാനായിട്ട് കേട്ടോ. വാൽക്കണ്ണാടി ഓടിൻ്റെ, അത് നമ്മൾ ഇവിടെ വിഷുവിന് കണി വെക്കുമ്പോൾ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അത് മുമ്പ് തൊട്ടേ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ് വാൽക്കണ്ണാടി. അത് അവൾ 4 ദിവസവും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ കാലത്തെ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ മേമ പറയുന്നുണ്ടായിരുന്നു, പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഈ കുട്ടികൾ വലിയ കുട്ടികളായിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ വരഞ്ഞിടുന്നു. അതിൻ്റെ അപ്പുറത്തേക്കും മോൾക്കും നമ്മൾ അവരുടെ അടുത്തേക്കും ചെല്ലാൻ പാടില്ല എന്നത്രേ. അപ്പോൾ എനിക്ക് അതൊക്കെയും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഒരു ചടങ്ങ് റീക്രിയേറ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. മനസ്സിൽ നിന്ന് വിട്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാതിരിക്കുക, അവളെ ഇതാക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് പ്രയാസമായി. അവൾക്കും ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ നമ്മളൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണല്ലോ, അത് വെച്ച് നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ വലിയ കുട്ടികളായ 1.5 എടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് നമ്മൾ കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. സിറ്റിമുണ്ടിൻ്റെ പോലത്തെ ഒരു കഷ്ണം കിട്ടും. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലും നമ്മളതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ് ഒരു സത്യം. എല്ലാവരും മാളൂട്ടിയുടെ കുളി കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ വിശദമായി കുളിച്ചുകൊണ്ട് ജസ്റ്റ് ഇതൊരു ഭംഗിക്ക് വേണ്ടിയും ഒരു ചടങ്ങ് പോലെയൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ എല്ലാവരും ഉള്ള നേരത്ത്. ഇനി നമ്മൾ കണ്ടൊരു ചടങ്ങാണ്, എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ ഭയങ്കര ഒരു ക്രേസ് തോന്നിയപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. മോൻ്റെ കയ്യിലുള്ള തുമ്പപ്പൂവ് ഇത് ഈ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വിടണം. ആ കറക്കി വിട്ടിട്ട് തുമ്പപ്പൂ ഏത് ഡയറക്ഷനിൽ നിൽക്കുന്നു ആ ഡയറക്ഷനിലാണ് മോൾക്കുള്ള വരൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഹരി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ചിരി ബഹളമൊക്കെ ആയി. അപ്പോൾ അത് പോരാന്ന് തോന്നി കഴിഞ്ഞപ്പോൾ തുമ്പപ്പൂ ഇട്ട വെള്ളത്തിൽ ഞാൻ നല്ലൊരു കറക്കം കൂടെ കൊടുത്തു. പിന്നെ അവസാനം വെള്ളം നിൽക്കാണ്ടായി. കുറേ നേരം എല്ലാവരും നോക്കി നിൽക്കലായിരുന്നു. തുമ്പപ്പൂ കറങ്ങി നിൽക്കാണ്ട് എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങിയിട്ടാ. മാളൂട്ടി ഇരിപ്പായി. പക്ഷെ മാളൂട്ടി തണുത്തിട്ട് പോവാന്ന് പറഞ്ഞ് വാശി പിടിച്ച മാളു ഇത് കറങ്ങി നിൽക്കാണ്ടായപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട അമ്മേ, ഇത് കറങ്ങി നിന്നിട്ട് എവിടെ നിന്നാണ് ചെക്കന്ന് അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അത്ര നേരം മാളൂട്ടിയുടെ അച്ഛനും ദേഷ്യപ്പെട്ടു. കുട്ടിക്ക് തണുക്കും, കുട്ടിയും ഒരു വാശിയൊക്കെ ആയി, അവൾക്ക് തണുക്കണു പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. പക്ഷേ ഈ തുമ്പപ്പൂ കറക്കിയോടുകൂടി മോള് പറഞ്ഞു, വേണ്ട അമ്മ, ഇത് കറങ്ങി നിന്നിട്ട് പോകാമെന്ന്. പിന്നെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു അവളുടെ വർത്താനം കേട്ടിട്ട്. അതാ പറഞ്ഞത്, അവൾക്കൊരു 14 വയസ്സൊക്കെ കഴിഞ്ഞു എങ്കിലും ആ ഒരു കുട്ടിത്തം വിട്ടിട്ടില്ല കേട്ടോ.
നോക്കി ഇങ്ങനെ നിന്ന് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു തിക്ക് സൈഡിലാണ് കേട്ടോ ആ തുമ്പപ്പൂ നിന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പോരണ വരെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് മേമ പോയി നോക്കിയപ്പോഴാണ് പറഞ്ഞത് തിക്ക് സൈഡിലാണ് നിന്നത്. നമ്മൾ നോക്കി നിന്ന് മടുത്ത് എന്ത് ചെയ്തു, വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ആ കുളിക്കാനുള്ള സെറ്റൊക്കെ ചെയ്തത്. ഈ ടൈം ആയപ്പോഴേക്കും അവൾക്ക് ദേഷ്യവും വാശിയൊക്കെ വന്നു. എന്നെ എല്ലാവരും കൂടെ നാണം കെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ വന്നു. പക്ഷേ ഇത് ലൈഫിൽ അവൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആവും. ഇപ്പോൾ ഒരു വാശിയും ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടെങ്കിലും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത്. പിന്നെ വല്ലാതെ അങ്ങനെ ഒട്ടും വേണ്ട എന്നുള്ള രീതിയിലും കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, കുളി കഴിഞ്ഞ് വരുമ്പോൾ കുരവ് ഇടുക, അത് 3 പ്രാവശ്യം ഇടാന്നുണ്ടെന്നുണ്ട്. പക്ഷെ ഒരു തവണയാണ് നമ്മൾ ചെയ്തത്. മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചെണ്ടുമല്ലി കൊണ്ട് തന്നെ ബാലൻസ് ചെണ്ടുമല്ലി വന്നുകൊണ്ട് നമ്മൾ മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആരതി ഒഴിയാണ്. ആരതി വെള്ളത്തിൽ ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആണ് നമ്മൾ ആരതി തയ്യാറാക്കിയത്. ഇത് പിന്നെ ഭസ്മത്തട്ടിൽ കർപ്പൂരം ഇട്ടിട്ട് കർപ്പൂരം ഒഴിയാണ്. ഇവിടേക്ക് എത്തിയപ്പോഴേക്കും അവൾ കുറച്ച് റിലാക്സായി. പിന്നെ അനിയൻ അവളെ കിണ്ടി കൊണ്ട് കാല് കഴുകി കൊടുത്തു കേട്ടോ. ഇതൊക്കെ എത്രത്തോളം ചടങ്ങിലുണ്ടെന്ന് അറിയില്ല. നമുക്ക് അറിയുന്ന കുറേ അറിവുകൾ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് വെറ്റില വെച്ചിട്ടാണ് ഇങ്ങനെ ചവിട്ടി അകത്തേക്ക് കയറി വന്നത്. പക്ഷെ വെറ്റില ചവിട്ടാൻ പാടില്ല എന്ന് കുറേ പേര് പറഞ്ഞു. നമുക്കതിനെപ്പറ്റി അറിയില്ല. അത് നമ്മൾ റീൽസിൽ കണ്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് ഞാൻ വിചാരിക്കണത് ഈ സമയത്ത് അവൾ അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു നിമിഷം, അല്ലെങ്കിൽ ഇനി അമ്മയാവാം ഇനിയിപ്പോൾ, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവളും ദൈവത്തിന് തുല്യമായതുകൊണ്ട് ഇതൊരു തെറ്റാവില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതൊരു തെറ്റാണെങ്കിൽ ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അതെടുത്ത് പറയണത്. എല്ലാ കാര്യങ്ങൾക്കും ഇത് ജിത്തുട്ടനും അച്ചും കിച്ചും എല്ലാവരും കൂടിയാണ് കേട്ടോ നമ്മൾ കുളിച്ച് വരുമ്പോഴേക്ക് ഇത് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഞാനും എല്ലാവരും കൂടെ ഇങ്ങനെ എല്ലാം 3 നാളികേരം, മിഠായി, അതുപോലെ ഒരു കുഞ്ഞു കുട്ടിക്കലം, അത് ഈ കാരണന്മാർക്ക് വിളമ്പാനാണ്. 5 തിരിയിട്ട വിളക്ക് എന്ന് വെച്ചാൽ ഭദ്രദീപം. അത് ഞങ്ങൾ വാങ്ങിച്ച ഡ്രസ്സാണ്. മാമ വാങ്ങിച്ചത് തലേദിവസം ഇട്ടുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് തയ്പ്പിച്ചത്. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ തലേദിവസം രാത്രി കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കാണ് ചേച്ചി തയ്ച്ചു തന്നത് കേട്ടോ. അത്രയും നമ്മളങ്ങനെ പ്രിപ്പയർ ആയിരുന്നില്ല, ചെയ്യണം എന്നുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, 2 വർഷത്തെ ആഗ്രഹം. പക്ഷെ അതെല്ലാം കൂടി ഒന്ന് ഒത്തുകൂടാന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതാവൂ എന്നുള്ളതുകൊണ്ട് അറിയില്ല. നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇത് നടത്തണം എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്, ഹാപ്പിയാണ്. വീട്ടിലത്തെ ഇവിടെ ഞങ്ങൾ മേമ, ഞാൻ, കണ്ണേട്ടൻ, മോൻ എല്ലാവർക്കും ഹാപ്പിയാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നടത്തുക എന്നുള്ളതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അത്രയും ഹാപ്പിനെസ് ആണെങ്കിൽ മാത്രം നടത്തുക എന്ന് നമ്മൾ സംസാരിച്ച് തീരുമാനിച്ചിട്ടാണ് നടത്തിയത്. അപ്പം ഡ്രസ്സ് എടുക്കാനും തയ്ക്കാനൊക്കെ കുറച്ച് വൈകി. ചേച്ചി പറഞ്ഞു മോളുടെ കാര്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തയ്ച്ച് തരാം, അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ രജനി ചേച്ചിയാണ്. ഒരുപാട് താങ്ക്സ്. പിന്നെ വിളക്കൊക്കെ നമുക്ക് കത്തിച്ചെന്ന് ഷീബമ്മയും മത്സപ്പായൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. അതെ, ഇവരുടെ ഒരു തല്ലൂട്ടും കാര്യങ്ങളൊക്കെ കിച്ചുവനും ഇവരെപ്പോഴും തല്ലുകൂടിക്കൊണ്ടാണ്. ഈ അപ്പു, അച്ചു, ജിത്തു, കിച്ചു, ഈ ഒരു ടീം, ശ്രീക്കുട്ടൻ, ഇവരിങ്ങനെ തല്ലുകൂടിക്കൊണ്ടാണ്. ഇവരൊക്കെ കുശലം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അകമാണ് കേട്ടോ. അത് സിദ്ധാർത്ഥാണ് ഇരിക്കണേ. ഹരി മാളുവിൻ്റെ കൂടെ ട്യൂഷന് പോണതാണ്. കുഞ്ഞു കുട്ടികൾ എന്തൊക്കെയോ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളവളെ അതേ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം. ആ ഡ്രസ്സൊക്കെ ഇടുന്ന നേരത്തെ അവൾക്ക് വാശിയാണ് ഇപ്പോഴും. അതെങ്ങനെയാണ്, ഒന്നാമത് ഇങ്ങനത്തെ പട്ടുപാവാട സാധനങ്ങളൊന്നും വെയർ ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളങ്ങനെ വെയർ ചെയ്ത് കൊടുക്കണമല്ലോ. പിന്നെ അവളുടെ ലോങ് ഹെയർ ആയിരുന്നു, അതൊക്കെ ഇഷ്ടമല്ല. അത് മുറിച്ച് കുഞ്ഞ് ഹെയർ ആക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെയറിൽ ചെറുതായിട്ട് ഫംഗസ് വന്നു. ഫംഗൽ ഇൻഫെക്ഷനും കൂടെ വന്നുകൊണ്ടാണ് നമ്മൾ വെട്ടാൻ സമ്മതിച്ചത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ട്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നപ്പോൾ കുളി കഴിയുമ്പോൾ നമ്മളിങ്ങനെ സാമ്പ്രാണി ഇട്ട് കാണിക്കാറുണ്ട്. അതെൻ്റെ അമ്മായി, ഇന്നരമ്മായി പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത്. ഇവൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്നു, മുടി വെട്ടി എന്ന് പറഞ്ഞപ്പോൾ അമ്മായിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം അമ്മായി പറഞ്ഞു ഇങ്ങനെ സാമ്പ്രാണി കാണിച്ചാൽ പോകും. അപ്പോൾ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർ ഇങ്ങനെ ഒരു പാത്രത്തിൽ കനലിട്ടിട്ട് അതിൽ സാമ്പ്രാണി ഇട്ട് മുടിയുമ്പോൾ കാണിച്ചാൽ പോകുന്നുണ്ട് കേട്ടോ. വേറെ ഞാൻ കുറേ മരുന്നുകൾ കാണിച്ചു, ഡോക്ടറെ കാണിച്ചു, പക്ഷെ പോയില്ല. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത് പോകുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയാം. മോൾക്ക് ഞാൻ തന്നെ ഒരുക്കി കൊടുക്കണതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെറ്റിച്ചുട്ടി ഒന്നും ഇപ്പോൾ വാങ്ങിച്ചതല്ല, ഇതെല്ലാം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അതിനോട് ക്രേസും ഉണ്ട്. പിന്നെ ഒരു 13 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു എല്ലാം റെഡിയാക്കണം, ഒരമ്മമാർക്കൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, അത് വന്നു മേടിച്ച് വെക്കണം. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ മുൻകൂട്ടി വന്ന് വാങ്ങിച്ച് വെക്കരുത് എന്നാണല്ലോ. നമ്മൾ ക്രൗണൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും യൂസ് ചെയ്തില്ല. എന്നാലും ഇനി വല്ല ബർത്ത്ഡേക്കോ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി വാങ്ങിക്കാനായിട്ടാവില്ല. മേ ബി ഇവൾക്ക് ഒരു 10 വയസ്സിലോ അങ്ങനെ കുഞ്ഞു എപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ അവൾ ഫേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് നടത്താൻ പറയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരുപാട് വേദനിക്കും, ഈ ഒരു ടൈമിൽ ആയല്ലോ എന്നുള്ളത്. ഇതിപ്പോൾ അവൾക്ക് കറക്റ്റ് ടൈമിംഗ് പീരിയഡിലാണ് എല്ലാം. അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാ കുട്ടികളും ഹോർമോൺ ചേഞ്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു 4-5 പഠിക്കുമ്പോഴേക്കും വലിയ കുട്ടികളാവുക, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നണേ ഇവൾ ഇങ്ങനത്തെ ഒരു കറക്റ്റ് ആ ടൈമിംഗ് പീരീഡിൽ തന്നെ വലിയ കുട്ടിയാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സാധനങ്ങൾ കഴിക്കുമെങ്കിലും അധികം അങ്ങനെ കഴിക്കാറില്ല, വല്ലാതെ കഴിക്കാറില്ല. ഒരു കുറച്ച് ബിരിയാണിയാണ് ഇഷ്ടമെങ്കിലും ബിരിയാണി റൈസ് മാത്രമേ കഴിക്കുള്ളൂ. അതുപോലെ സ്നാക്സ് അങ്ങനെ ഒരുപാട് കഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ഞങ്ങളങ്ങനെയല്ല കേട്ടോ, ഇവൾ മാത്രം അവൾ ഒന്നുകൊണ്ടുമല്ല, അങ്ങനെ സ്വയമായിട്ടൊരു തീരുമാനം എടുത്തതാണ് അവൾ. കാർന്നമാർക്ക് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അത് മേമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. ഇങ്ങനെ ഇല വെച്ചു. വീട്ടിൽ അന്നത്തെ ദിവസം കൊടുന്ന നമ്മൾ സദ്യ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊടുന്ന ഫുഡെല്ലാം ആദ്യം ഒരു ഇലയിൽ വിളമ്പി നമുക്കിങ്ങനെ കാർന്നമാർക്ക് കലത്തിൽ വിളമ്പി അത് അവളേനെ ഒഴിയണതിന് മുമ്പ് അവൾ വാൽക്കണ്ണാടി കൊണ്ട് അത് ഇങ്ങനെ കുത്തും. അതിപ്പോൾ കാണാം, അങ്ങനെ കുത്തിയിട്ട് അത് പുറത്ത് കൊണ്ട് വെക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് സാധാരണ പണ്ടത്തെ കാലത്ത് ഇണങ്ങന്മാർ അത്ര ഇങ്ങനെ ഒഴിഞ്ഞ് പുറത്ത് കൊണ്ടുവയ്ക്കും. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചെയ്തു, അല്ലാതെ ഇപ്പോൾ പുറത്തുനിന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. പക്ഷെ അതും ചെയ്തു ഒരു ദിനം. അപ്പോൾ നമ്മൾ ഓരോ ഫുഡ് വിളമ്പി കഴിയുമ്പോഴും ഓരോ സാധനം വിളമ്പി കഴിയുമ്പോഴും കിണ്ടിയിലെ വെള്ളത്തിൽ കൈ ശുദ്ധാക്കുക. എന്നിട്ട് വീണ്ടും ഓരോ സാധനങ്ങൾ കാർന്നമാർക്ക് വിളമ്പുക. അത് കാർന്നമാരെ സന്തോഷിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം അവളോട് താല്പര്യമുള്ള കാർന്നമാരും എല്ലാവരും വരും, അങ്ങനെയാണ് ഇത്ര വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിൽ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിക്കലം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ചിടും. അതാണ് കാർന്നമാർക്കുള്ളത്. അപ്പോൾ പായസം വിളമ്പി ഇതെല്ലാം കൂടി അവളെ ഒഴിയും. എല്ലാ ഭക്ഷണവും ഇട്ട് കഴിയുമ്പോൾ ഇതേപോലെ വാഴയില കൊണ്ട് ഇങ്ങനെ മൂടിക്കിട്ടും അതിൻ്റെ വായ. മാളൂട്ടിയുടെ അച്ചമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. ഉഴിയലും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ മാളൂട്ടിയുടെ അച്ചമ്മയാണ്. പിന്നെ ഈ കുളി കഴിഞ്ഞ വശം തെങ്ങ് കാണിക്കുക, ആങ്ങളെ തെങ്ങിൽ തേങ്ങ കാണിക്കുക, അങ്ങനെ എന്തോ ചടങ്ങുണ്ടെന്ന് ഞാൻ തോന്നുന്നു. ഇങ്ങനെ കുളി കഴിഞ്ഞിരിക്കുമ്പോൾ ആങ്ങളെ ഇങ്ങനെ തെങ്ങ് ചൂണ്ടി കാണിച്ചു കൊടുക്കും അത്രേ. പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യേണ്ട ഓർമ്മ വന്നില്ല. അത് വെൽക്കണ്ണാടി കൊണ്ട് കുത്തിയിട്ട് അവൾ ഇപ്പോൾ കരിങ്കണ്ണ് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോകും. സദ്യ തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഋതുമതി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വെച്ച് വിളമ്പാണെന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ വിളമ്പുക എന്നുള്ളതാണ്. അതാണ് ഐശ്വര്യം. ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല കേട്ടോ. പായസവും കേട്ടോ. അതുകൊണ്ട് ആ വലിയ ആഗ്രഹമാണ് കാലുമ്മ സ്വർണ്ണ പാദസരം ഇടുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇത്രയും സ്വർണ്ണം വില കൂടിയ സമയത്ത് എങ്ങനെ പാദസരം, അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വാങ്ങിച്ച് കൊടുത്തതാണ് കേട്ടോ. അന്നത്തെ ഒരു സന്തോഷമാണല്ലോ അവളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വാങ്ങി കൊടുക്കുക കേട്ടോ ചെയ്തത്. ഈ കണ്ടതാണ് കേട്ടോ മാളൂട്ടിയുടെ അച്ഛനും അമ്മയും, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും. ഇതെൻ്റെ ഫ്രണ്ടാണ് സെൽവനും വൈഫുമാണ്. അവരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മാളൂട്ടി കുഞ്ഞത് തൊട്ടേ അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വിടാറുണ്ട് ആൾ. അപ്പോൾ ആളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അമ്മായി മാമനും, പിന്നെ അവൾ ഈ പറഞ്ഞ പോലെ ഇത് അവളുടെ റീനാൻ്റിയാണ്. റീനാൻ്റി ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്, വീണിട്ട് ഭയങ്കര സങ്കടമായി. ഇത് നമ്മുടെ ശരത്തേട്ടൻ ഫാമിലി. അങ്ങനെ നമുക്ക് ഏറ്റവും എന്താ പറയുക മാളൂട്ടിയായിട്ട് അറ്റാച്ച്ഡ് ആയവരെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പരിപാടിയിൽ വിളിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലാതെ എല്ലാവരെയും വിളിക്കുക അങ്ങനെയില്ല. അവളായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ വിളിച്ചത്. ഇപ്പോൾ മാളൂട്ടി ആദ്യം ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നൊക്കെ ഇവിടെയാണ്. സൗമ്യേച്ചിയാണ് അവൾ ആദ്യമായിട്ട് അവിടെയൊക്കെ ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമായിട്ട് അറ്റാച്ച്ഡ് ആയ കുറേ പേര്, നമ്മൾ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് എപ്പോഴും വരണവർ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളെല്ലാവരെയും ഫംഗ്ഷന് വിളിച്ചിട്ടുള്ളത്. അല്ല കുറേ പേരെ വിളിക്കാത്തുണ്ട്, നമുക്ക് വിഷമമുണ്ട്. അങ്ങനെ വലിയൊരു കാര്യമായിട്ട് നടത്താൻ, കല്യാണം അല്ലല്ലോ, ഇതൊരു കുഞ്ഞു കാര്യം. അവളായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറച്ച് പേര് അങ്ങനെ വിളിച്ചു. അവൾക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളതും തിരിച്ച് അവളോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നവരുമായ കുറച്ച് പേരെ വിളിച്ചു എന്നല്ലാതെ അങ്ങനെ ആൾക്കാർ സെലക്റ്റീവായിട്ട് ഇങ്ങനെ അതാ പറയുന്നത്, കുറച്ച് ഫ്രണ്ട്ഷിപ്പ് മൈൻഡുള്ള ആൾക്കാർ. അപ്പോൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ട, നമ്മുടെ ഈ ഒരു ചെറിയ കാര്യത്തിന് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അച്ഛനോട് ഫോൺ ചോദിച്ചിട്ട് അച്ഛൻ കൊടുത്തില്ല. ഫോൺ ചോദിച്ച് കൊടുക്കാത്തതിന് ഞാൻ ബലൂണെങ്കിലും കുത്തിപ്പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊട്ടിച്ച്. അപ്പം ഇത് തനുഷ്ക ഡാൻസ് ക്ലാസ്സിലെ ഒരു ഫ്രണ്ടാണ്. അവൾ ഇപ്പോഴും വീട്ടിൽ വരാറുണ്ട് കളിക്കാൻ, അതുകൊണ്ടാണ് നമ്മൾ അവളേനെ വിളിച്ചു. പിന്നെ മെറീൻ, അവളും കഴിഞ്ഞ വർഷം അവളുടെ കൂടെ പഠിച്ചതാണ്, പക്ഷെ അവൾ അറ്റാച്ച്ഡ് ആണ്, മോളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ നമ്മുടെ മെർലിൻ, അവളുടെ ഒരു ഫ്രണ്ടാണ് മെർലിൻ, അവളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിലില്ല, അതുകൊണ്ടാണ് എടുത്തു പറയണേ. അപ്പോൾ നമ്മൾ കേക്ക് നമ്മുടെ ഡാൻസ് ടീച്ചർ ഉഷ ടീച്ചറാണ് കേട്ടോ തന്നത്. ഇതൊക്കെ അവളുടെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ്, അവളായിട്ടും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ആ കേക്ക് ഉഷ ടീച്ചർ സർപ്രൈസായിട്ട് കൊടുത്തയക്കുകയാണ് ചെയ്തത്. നമുക്ക് ഭയങ്കര സന്തോഷമായി. അതൊരു 3-ാം ദിവസമൊക്കെ കൊടുത്തയച്ചു. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ഈ ദിവസം ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് പ്ലാനായപ്പോൾ നമ്മളത് എടുത്തു വെച്ചിട്ട് അത് ആ ടൈമിൽ എന്നിട്ട് മുറിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് മേമയുടെ കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഇത് മോളുടെയും മോൻ്റെയും ഇവിടെ നാട്ടിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് കേട്ടോ. ഭയങ്കര
രുക്മിണീച്ചി നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യത്തിനും കൂടി ഉണ്ടാവും. ഇത് കുട്ടിയുടെ ബാബു വലിച്ചനാണ്. രമ്യ വല്യമ്മയ്ക്കൊന്നും കൂടാൻ പറ്റിയില്ല, അതിൻ്റെ സങ്കടം നമുക്കുണ്ട്. അതുപോലെ മണിമാമ, ദാസമാമ, ഉഷമ്മ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നില്ല. കുട്ടിയുടെ ഏറ്റവും വലിയ സങ്കടം രാജിമാമയുടെ മക്കളാനും കൊലുസും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായിരുന്നത്. എടീ മോള് വലിയ കുട്ടിയെ ഞങ്ങളെ വിളിക്കുമോ എന്ന് ചോദിക്കണ്ടായിരുന്നു എൻ്റെ അമ്മായിമാരാണ് ഇട്ടത്. ഭാസ്കരൻ വലിയച്ഛൻ, ഷീജമ്മ, ജിത്തുചേട്ടത്തിലൂടെ ഞങ്ങൾ ഏറ്റവും മിസ് ചെയ്തത് ഞങ്ങളുടെ കണ്ണപ്പനെയും വിദ്യേനെയാണ് കേട്ടോ. കണ്ണപ്പനും വിദ്യയില്ലാത്ത സങ്കടം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. തിരിച്ച് അവർക്ക് എത്താൻ പറ്റാത്തതിലുള്ള സങ്കടം അവർക്കും നല്ലോണം ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനത് ഇഷ്ടമല്ലാണ്ട് ബാക്കിലെ വീട്ടിൽ പോയി ഇരിക്കുക കേട്ടോ. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നടപ്പായല്ലോ. അപ്പോൾ മാമൻ അവൾക്ക് വളയാണ് കേട്ടോ കൊടുത്തത്. വള ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ 4-ാം ദിവസം ഇട്ട് കൊടുത്തെങ്കിലും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി വീണ്ടും ഒരു റിക്രിയേഷൻ പോലെ എന്ന് വെച്ചാൽ വീണ്ടും ഒരു സന്തോഷം അങ്ങനെ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുകയെന്ന് നമ്മളെല്ലാവരും ചെയ്യുമല്ലോ. ഇതാണ് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ, ഉഷ ടീച്ചറാണ് അവളെ ആദ്യമായിട്ട് ഡാൻസൊക്കെ പഠിപ്പിച്ചത്. ടീച്ചർ തന്ന കേക്കാണിത്. ഇത് മാളൂട്ടി ഇപ്പോൾ നമ്മുടെ കേരള കലോത്സവത്തിൽ മത്സരിക്കാൻ പോവാണ് കേട്ടോ. ടീച്ചറാണ് അവൾ ആദ്യമായിട്ട് നൃത്തം പഠിപ്പിച്ചത്, ടീച്ചറാണ്. അങ്ങനെ കേക്കും ഭയങ്കര സന്തോഷമായി പൊട്ടിച്ച് അവളെ ചെവി ഞാൻ പൊത്തി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പേടിയാണ് അത് പൊട്ടണ സൗണ്ട്, നമ്മുടെ ആ പോപ്പർ പൊട്ടണ സൗണ്ട് അവൾക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു, അവൾ നല്ല പേടിച്ചിട്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് ഇണങ്ങന്മാർ വന്ന് ഗണപതി പൂജ ചെയ്യുക, അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ട് അത്ര. അപ്പോൾ ഗണപതി പൂജ ഒന്നും ചെയ്തില്ല, നമ്മൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവിൽ, മലര്, ശർക്കര ഒക്കെ വെച്ചു കേട്ടോ മേമ പറഞ്ഞിട്ട്. പിന്നെ ഓരോ കാസ്റ്റുകാർ ഓരോ ചടങ്ങുകളാണ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഒരു കിണ്ടിമ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് അതിൽ സ്വർണം, വെള്ളി, അരി, ചെമ്പ്, കരിക്കട്ട, മഞ്ഞൾ എല്ലാം എടുത്തേ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വാൽക്കണ്ണാണ്ടി കൊണ്ട് കുത്തിപ്പൊട്ടിച്ച് അതിന്ന് ഓരോ സാധനങ്ങളെടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കും. അതാണ് ഇത്ര ചടങ്ങ്. ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷെ അതറിയാൻ പറ്റിയില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് ഇങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റി. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവർക്ക് ആ ഒരു കാര്യത്തിനനുസരിച്ചായിരിക്കും ഇത്ര ഐശ്വര്യം. അപ്പോൾ കരിക്കട്ട കിട്ടുന്നത് നന്നല്ല, അരി കിട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ പഴയ പോലെ സെറ്റ് ചെയ്തിട്ടതാണ് നേരത്തെ കണ്ടത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് എല്ലാവരും കൊണ്ടുവന്ന ഡ്രസ്സ്, ഇത് ബീന വല്യമ്മ കൊണ്ടുവന്ന ഡ്രസ്സാട്ടോ കുട്ടിക്ക്. അപ്പോൾ എല്ലാ ഡ്രസ്സും അഴിച്ച് നോക്കുക കേട്ടോ. വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭയങ്കര സന്തോഷത്തിൽ അഴിച്ച് നോക്കുക കേട്ടോ. അവൾക്ക് പാദസരം, വള, 2 മോതിരം, കമ്മൽ അതൊക്കെ കിട്ടിയിട്ടോ. ഭയങ്കര ഹാപ്പിയിലാണ് അവൾ. ഇത് സുനിൽ ചേട്ടൻ കൊണ്ടുവന്ന ഡ്രസ്സാണ്. 2 ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സുനിൽ ചേട്ടൻ. അവരൊക്കെ ലേറ്റായിട്ട് നൈറ്റാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നും വീഡിയോയിൽ കുറേ പേരെ കാണിക്കാൻ പറ്റില്ല. അവൻ അങ്ങനെ തിരക്കായിപ്പോയി. ഇത് നമ്മുടെ അനിലേട്ടൻ കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഇതുള്ള ശരത്തേട്ടൻ, സൗമീച്ചി അവരെല്ലാവരും കൂടെ കൊടുത്ത ഡ്രസ്സാണ്. എല്ലാ ഡ്രസ്സും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതും എല്ലാം അവൾക്ക് കറക്റ്റായിരുന്നു കേട്ടോ. എല്ലാ ഡ്രസ്സും ഒക്കെ പാകം. പിന്നെ കുറേ പട്ടുപാവാടകളാണ് കിട്ടിയത്, അതും നല്ല നല്ല കളറ്, എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതാ പറഞ്ഞ ഏറ്റവും ഭംഗിയായിട്ട് ഒന്നും വേണ്ട എന്നുള്ളതില്ല. ഇത് പിന്നെ അവൾ ഷാജുമാമ 10,000 രൂപയാണ് കൊടുത്തത്. മാമയുടെ മക്കൾ 2 ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ബോക്സിൽ കാണുന്നത് കേട്ടോ. അതുട്ടനും ജാനൂട്ടിയും അവർ രണ്ടുപേരും സെപ്പറേറ്റ് ഗിഫ്റ്റ് ബോക്സൊക്കെ ആക്കിയിട്ട് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ എത്രയാണെന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ ഒരുപാട് ലോങ്ങാണ് വീഡിയോ, എന്നാലും നമ്മളിത് ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ. പിന്നെ അവളുടെ ചെറിയമ്മായി സൗമ്യമ്മായിക്ക് ടൈമിന് എത്താനൊന്നും പറ്റില്ല. അവർക്ക് ജോലി തിരക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞെത്തിയില്ല. അത് നമുക്ക് നല്ല വിഷമമായി. വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അന്നത്തെ ദിവസം വൈകിട്ടാണ് അവരെത്തിയത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാൾട്ടി വീണ്ടും സ്കൂളിൽ ഇനി കലോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. നമ്മുടെ വീഡിയോ ഈ പ്യൂബർട്ടി ഫംഗ്ഷൻ്റെ വീഡിയോ ഇൻസ്റ്റയിലിട്ടത് 2.4 മില്യൺ വ്യൂസൊക്കെ ആയി. ഒരുപാട് നല്ല കമൻസുകൾ കിട്ടി, ഒരുപാട് സന്തോഷമായി. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഏറ്റവും ഭംഗിയായി നടന്നു. ഇനി ഇവരുടെ കലോത്സവം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. സൈനിങ് ഓഫ് പറയണത് മാളൂട്ടി അല്ല, മാളൂട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, മാളൂട്ടിയുടെ അമ്മ. താങ്ക്സ് ഫോർ വാച്ചിങ്.